വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നൊരു ക്രിസ്മസിൻ്റെ ചെറിയൊരു ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ അതിന് പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഫോട്ടോഷൂട്ട് ഉള്ളത് ചാരുവിനാണ്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെയും ചെറിയ ചെറിയ ഫോട്ടോസും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മളെ വീടിന് മുകളിലുള്ള ഒരു കടുമ്പുപാറ എന്നൊരു പാറയിലോട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊന്നും പറയാനായിട്ടൊന്നും അങ്ങനെയില്ല, ഞങ്ങളതായ ചെറിയൊരു ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങാൻ പോവാണ്. ഏതാണ്ട് 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്ന ചേച്ചിയാണ് കേട്ടോ. ഞാൻ ബാക്കേ എൻ്റെ വണ്ടി വരുന്നുണ്ട്, ചേച്ചിയും ചേട്ടനും അവരെ വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ചാരു വീഡിയോ നോക്കി കോപ്പറത്തേക്ക് കാണിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തേന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡിലും പാറയും അങ്ങനെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. പോണ വഴിയിൽ തന്നെയാണ്. അങ്ങനെയാണ് ആ ഒരു പാറയിലോട്ട് എത്തുന്നത്. അങ്ങനെ അപ്പോൾ ഇതാണ് പാറ. വലിയ തിരക്കൊന്നുമില്ല, ആവശ്യത്തിന് കുറച്ച്. ഇപ്പോൾ സൺഡേയും കൂടെ ആയതുകൊണ്ട് സാധാരണ സൺഡേ നല്ല തിരക്കാണ്, പക്ഷേ ഇന്നെന്തോ സൺഡേ വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ കടയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ആവശ്യം, നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഫുഡ് കഴിക്കാനുള്ള കടയും ഒറ്റ കടയും പിന്നെ ഒരു ഐസ്ക്രീം വണ്ടി, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതാ ഇത്രയൊക്കെ ആൾക്കാരുള്ളൂ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സ്പോട്ടൊക്കെ നോക്കി എവിടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്നൊക്കെ, അങ്ങനെ സ്പോട്ടൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നിട്ട് ഞങ്ങളിതാ ചാരുവിന് തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത്. ആദ്യം ചാരുവിനായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ചാരു തൊപ്പിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. ചേട്ടൻ പുറകെ പോകും. ചാരു ഒരു തൊപ്പിയൊക്കെ വെച്ചപ്പോൾ ആ പാറ കിടന്ന് ഇങ്ങനെ ഓടയാണ്. എന്നിട്ട് ആ പാറ തട്ടി വീഴും. എന്നിട്ട് അവളെ തന്നെ സ്വന്തമായിട്ട് എഴിക്കും. വീണ്ടും മൂലംകുത്തിനെ വീഴും, എഴിക്കും. അതാണ് അവൾ അവിടെ മൊത്തമായിരുന്നു. അങ്ങനെ ഞാനും പോയതിൽ ഞാൻ അവളെ എടുത്ത് ഞാൻ ഒരു ഫോട്ടോ എടുത്തായിട്ട് അവളുമായിട്ട് ഞാനുമായിട്ട് ചുമ്മാ ഒരു ഇത്. എന്നിട്ട് നമ്മൾ രണ്ടാമത് ബലൂണൊക്കെ വെച്ച് ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ വെച്ച്. നമ്മളെ ബലൂൺ എല്ലാം കൂടെ ഈ വെള്ളയും ചുവപ്പും കൂടെ ഒരുമിച്ച് കെട്ടിയാണ് ഞങ്ങൾ ഇത് അവളെ കയ്യിലെ വളയിൽ കൂടെ നമ്മൾ കെട്ടിയാണ് ഫോട്ടോഷൂട്ട്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല, കാരണം കാറ്റായതുകൊണ്ട് ഇങ്ങനെ പറന്ന് വെക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ ചാരുവിനെ വലിച്ചുകൊണ്ടാണ് പോണത് കാറ്റത്ത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ ചാരു അവിടെ നിന്ന് ഓടി വരണതും ഈ ബലൂണായിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതാണ് അവിടുത്തെ സൂര്യൻ്റെ ആ ഒരു ഇതൊക്കെ. അടുത്ത് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഇറങ്ങിയത്. തൊപ്പിയൊന്നും ഇരിക്കുന്നില്ല ഗൈസ്, അത് കാറ്റത്ത് അങ്ങോട്ടും ഞാൻ പിടിച്ച് വയ്ക്കണമെങ്കിലും തൊപ്പി ഇരിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ കാണാം കാറ്റ് എത്രത്തോളമാണെന്ന്. അങ്ങനെ ചാരു ആണെങ്കിൽ നിൽക്കണമില്ല. അങ്ങനെ ചാരു ഞാനും കൂടെയുള്ള ഫോട്ടോഷൂട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയാണെങ്കിൽ പറന്നുകൊണ്ടിരിക്കണ്, ബലൂണ് പറന്നുകൊണ്ടിരിക്കണം, എല്ലാം പറന്ന് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ പിടിച്ച് വയ്ക്കണമെങ്കിലും പറ്റണില്ല, കാറ്റ് അത്രത്തോളം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത്. എന്നിട്ട് ഞാനും ചാരുവും കൂടെ ചുമ്മാ ഒരു ഇതിന് വേണ്ടി ഞങ്ങൾ രണ്ടൊരു തൊപ്പി വെച്ച് ഒരു കറക്കം അങ്ങനെ ഒരെണ്ണമൊക്കെ എടുത്ത്. നമ്മളെടുത്തൊക്കെ വന്നപ്പോൾ ഏതാണ്ട് നൈറ്റ് ആയി കേട്ടോ. വെട്ടമൊക്കെ പോയി. പിന്നെ ഫോട്ടോ എടുക്കാനോ ക്യാമറയിൽ അങ്ങനെയൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ചവിടുന്ന് ഒരു 6:45 മണിയായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ രാത്രി കടയിൽ ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ കേട്ടോ, ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഫോട്ടോഷൂട്ടും അല്ല സേവ് ദ ഡേറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു പാറയും കൂടെ ഉണ്ട്, ശാസ്താംപാറ എന്ന് പറഞ്ഞാൽ. അവിടെയാണെങ്കിൽ ഇത് കൂടെ ഒരു കുറച്ച് നേരം വന്നിരിക്കാനും നല്ല എല്ലാ പാറകളും അവിടെ കയറാനുള്ള സൗകര്യങ്ങളും ഒരു ഫണ്ണി ആയിട്ടൊക്കെ ആ ഒരു പാറ. പക്ഷേ ഇവിടെയാണെങ്കിൽ ഫോട്ടോസും സേവ് ദ ഡേറ്റും അതിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടായിട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പള്ളിയിൽ കുറച്ച് ദൂരം ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെയാണ് ഇത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ.